എത്തിയോ? നിന്നെ തേടി ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. യാത്രയൊക്കെ കൊള്ളായിരുന്നോടാ? ഇതുവരെ ഒന്നും മറന്നില്ലേ? ഇല്ല. പിന്നെ നമുക്കൊന്നൊരിടം വരെ പോണം. അരുണിനെ കാണാനല്ലേ? നമുക്ക് വൈകിട്ട് പോവാം. നിന്റെ കോൾ കണ്ടപ്പോഴേ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാടി. ലോകത്തെ ഏറ്റവും വലിയ വികാരം എന്താണെന്ന് അറിയാമോ ഡേസിക്ക്? അറിയാം. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമല്ലേ? അല്ല, അത് വിരഹമാണ്. ഈ മാനസിക വേറെ ലെവലാ. ഈ തിരകൾക്കും തീരത്തിനും ഒരുപാട് പറയാനുണ്ടാവും. പ്രണയത്തിന്റെ ഊഷ്മളതയെക്കുറിച്ച്, വിരഹത്തിന്റെ തീവ്ര വേദനയെക്കുറിച്ച്. പോടാ, നിന്റെ ഫിലോസഫി കേട്ടാൽ എനിക്ക് വട്ടുപിടിക്കും. ആഴങ്ങളിലേക്ക് ചെറുതില്ലാതെ പറക്കാനും വെള്ളത്തിന്റെ അഗാധങ്ങളിൽ ഭയമില്ലാതെ ഊളിയിടാനും കൈകളിലെ ഞരമ്പുകൾ പതർച്ചയില്ലാതെ മുറിക്കാൻ വിരഹത്തിന് മാത്രമേ കഴിയൂ. വാ, നിനക്ക് അരുണിനെ കാണണ്ടേ? നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അരുണിന് നിന്നോട് എന്തോ പറയാനുണ്ട്. കുറച്ചു കാലമായി അവനീ ഞരമ്പ് രോഗം തുടങ്ങിയിട്ട്. നിനക്ക് പറ്റിയില്ലെങ്കിൽ തുറന്നു പറഞ്ഞു, നോ പ്രോബ്ലം. ഹായ്. ഹായ്. നമുക്കല്പം നടന്നാലോ? ഓ യെസ്. ഈ പുഴയും തീരവും സായാം സന്ധ്യയും വല്ലാത്തൊരു റൊമാൻറ്റിക് ഫീലാണ് അല്ലേ ഷാൻ? ആവോ, എനിക്കറിയില്ല. എൻ്റെ ഈ വിരൽത്തുമ്പിൻ്റെ അറ്റത്തോളം നിന്നോടുള്ള പ്രണയമാണ്. ക്ലാസ് മുറിയിൽ, ലൈബ്രറിയിൽ, വരാന്തയിൽ, നീ പോകുന്നിടത്തെല്ലാം നിഴൽ പോലെ ഞാനുണ്ടായിരുന്നു. ഐ റിയലി ഐ ലവ് യു ഷാൻ. തുറന്നു പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. എനിക്ക് നിന്നെ കാണുമ്പോൾ ഒരു ഫീലും വരണില്ല. പ്ലീസ്, ഇനി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. വിട്ടുകള മച്ചാനെ. അല്ലല്ലോ, അവൾ ഇത്തിരി ഡാർക്ക് സീനാ. അവളല്ലെങ്കിൽ അവൾ അനിയത്തി. ഇയാൾക്കെന്താ വേണ്ടത്? എനിക്ക് തന്നെ ഇഷ്ടമല്ല. അതിനെന്താ? വാട്സപ്പ്
എല്ലാത്തിലും അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഒരുപാടായി ഞാൻ അവളുടെ പുറകെ നടക്കുന്നു. കളയടാ, നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതൊക്കെ സിനിമയിൽ പറയാൻ കൊള്ളാം. ഇഷ്ടം എന്ന് പറയണത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ഓക്കെയാ. എടാ, ആ കുട്ടി കുറെ ദിവസമായി നിന്റെ പുറകെ നടക്കുന്നത്. നിനക്ക് അവളെ വളച്ചൂടെ, മറ്റുള്ളവരുടെ പുറകെ മണപ്പിച്ച് നടക്കാതെ? ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറഞ്ഞാ നിനക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണാൻ പോവാ. അരുണിനെ ഇഷ്ടാണല്ലേ? അതെ. ഒരുപാട് ഇഷ്ടാണോ? എന്റെ ജീവനേക്കാളും. പക്ഷെ അവന് നിന്നോട് ഇഷ്ടല്ല. ഒരാളെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും അയാളോട് അനുവാദം ചോദിച്ചുകൊണ്ടല്ല. അരുണിനെ ഷാനിനെ ഇഷ്ടം. പിന്നെ എന്തിനാ വെറുതെ? ഞാൻ ആർക്കും ഒരു ശല്യമാവില്ലെന്ന് പറഞ്ഞേക്കും. എനിക്ക് വയ്യ ഡേസി, അവനെ കാണാതെ. ഞാൻ മരിച്ചാലോ ഡേസി? എന്താടാ നീ ഇങ്ങനെ? ഞങ്ങൾക്കല്പം സംസാരിക്കാനോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അതിനുള്ള മനസ്സെങ്കിലും ഒന്ന് കാണിക്കൂ. തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണോ? അരുൺ, ഐ ഡോണ്ട് ലൈക്ക് യു. നിന്റെ പുറകെ ഇപ്പൊ മറ്റവളുണ്ടല്ലോ, അവളുടെ പുറകെ പോ. എല്ലാത്തിനും കാരണം നീയാണ്. ഐ ഹേറ്റ് യു. ഇനി എങ്ങനെ നീ എന്നെ ശല്യപ്പെടുത്താൻ വന്നാ? വാടി. അരുൺ എന്നെ സ്നേഹിക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, സഹതാപം കൊണ്ടാ. ഏയ്, നിനക്കിനി എന്താ വേണ്ടേ? ഞാൻ സ്നേഹിക്കുന്നത് നിന്റെ ബാഹ്യരൂപത്തെ അല്ല, നിന്റെ ഇടനെഞ്ചിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കിച്ചുവിന്റെ ഹൃദയത്തെയാണ്. എനിക്ക് വേണ്ടി തുടിച്ചിരുന്ന എന്റെ കിച്ചു. എല്ലാ ദുഃഖങ്ങളും മറക്കും. എന്ത് പറ്റി കിച്ചു നിനക്ക്? എന്റെ ഡ്രീംസിനെല്ലാം പപ്പ എതിരാണ്. നിന്റെ കണ്ണുകളേക്കാൾ എനിക്കിഷ്ടം നിന്റെ പാട്ടുകളാണ്. ഒരു 2 വരി പാടാമോ? താരകപ്പെണ്ണാളെ കതിരാടും വിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാറും കോര പറിച്ചാട്ടെ. തക തക താത്തിലും തകത്തെയ്താര തനതിലും തകത്തെയ്താര താത്തിലും തക തനതിലും തക തനതിലും തകത്തെയ്താര.
against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through. ആത്മാർത്ഥതയും അർപ്പണബോധമുണ്ടെങ്കിൽ ഈ റേസിംഗിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഭാഗ്യം കൂടി വേണം. സി മിസ്റ്റർ കിഷോർ, ഒരുപാട് റിസ്ക് ഉള്ളൊരു ഫീൽഡാണിത്. ബി കെയർഫുൾ. ഒരു റേസർ ഇരിക്കേണ്ടത് ഇങ്ങനെയല്ല. പോയിട്ട് വാ. എന്താണ് നിന്റെ ഉദ്ദേശം? എപ്പോഴും റേസിംഗും കൂട്ടുകാരും. അല്ലെങ്കിലും നീ ഇത്തിരി ഓവർ സ്പീഡാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. റേസിംഗ് എന്റെ ഡ്രീമാണ് പപ്പ. കണ്ടോ, ഇവൻ റേസിംഗിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണ്. എന്നെ അനുസരിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി, അല്ലാത്തവർ ഇറങ്ങി പൊക്കോണം. ചേട്ടായിക്ക് വേറെ പണിയൊന്നുമില്ലേ? അവരുടെ പ്രായം അതല്ലേ. കണ്ടില്ലേ അവന്റെ അഹങ്കാരം? ആകെ ഒന്നേ.
എന്താ പറ്റിയേ മോളെ? എന്താ കുട്ടി? ഏയ് ഒന്നുമില്ല. എന്തൊക്കെയുണ്ടാ? സുഖാണോടാ? ആ കുഴപ്പമില്ല. അമ്മേ, ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തോ? ചെയ്തു. പേടിക്കണ്ട, എല്ലാം ശരിയാവും. അരുണിന്റെ അച്ഛനല്ലേ? അതെ. പറയുന്നതിൽ വിഷമമുണ്ട്. അരുണിന്റെ ലിവർ, കിഡ്നി ഇപ്പോൾ എല്ലാം പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ അരുൺ വിൽ ഡെഡ്. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മറ്റൊരാൾക്ക് ജീവൻ നൽകാം. നിങ്ങളുടെ മകന്റെ ഹൃദയം മറ്റൊരാളിൽ പിടിച്ചു തുടങ്ങും. ആലോചിച്ച് പറയൂ. ആലോചിക്കാൻ ഒന്നുമില്ല ഡോക്ടർ. അവന്റെ ഹൃദയമെങ്കിലും ജീവിച്ചോട്ടെ. അവയവദാനം എന്ന് പറയുന്നത് മഹാദാനമാണ്. ആ വരൂ വരൂ, ഇരിക്കൂ. ഇദ്ദേഹത്തിന്റെ മകനാണ് കിഷോർ. കിഷോറിന്റെ ഹൃദയമാണ് നിങ്ങളുടെ മകന് മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ഉപകാരം സാർ. ഞാൻ കിഷോറിന്റെ അച്ഛനാണ്. വരൂ, ഇരിക്കൂ. ഞാൻ മോളെ വിളിക്കാം. ആ ശരി. മോളെ മോളെ മോളെ, നമ്മൾ ആഗ്രഹിച്ചെല്ലാം ചിലപ്പോൾ നടന്നു വരില്ല. എൻ്റെ എല്ലാമായിരുന്നു അവൻ. ഞാനിപ്പോൾ കുട്ടിയുടെ മുമ്പിൽ വന്ന് നിൽക്കണില്ലേ? എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അച്ഛ. മറക്കണം, മറന്നേ പറ്റൂ. നഷ്ടങ്ങളൊക്കെ ഈ അച്ഛൻ സഹിച്ചോളാം. ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ എന്നോടൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. നിന്റെ കാര്യം ഒളിച്ചു. അതുകൊണ്ടാവും ഒരു കടലോളം സ്നേഹം ഒളിച്ചു വെച്ച അവന്റെ ഹൃദയത്തിന് മാത്രം ഒന്നും സംഭവിക്കാത്തത്. ആക്സിഡന്റ് തകർന്നു പോവാത്തത് അവന്റെ ഹൃദയം മാത്രമായിരുന്നു. ആർക്കാണത് മാറ്റിവെച്ചത്? ഒന്നും ഓർമ്മയില്ല കുട്ടി. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. അപ്പോ തലയ്ക്കുള്ളിൽ ഒരു ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചായ? ഇതിലെ കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ.
നമുക്ക് ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഒരു യാത്ര പോയാലോ? ഒരുപാട് ഇഷ്ടത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, ആകാശത്തോളം പ്രണയത്തോടെ.